മലയാള സിനിമയും കാവ്യമാധവനും ചേർന്നാൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നിരവധി കഥാപാത്രങ്ങളായി കഴിഞ്ഞു. കൗമാരപ്രായം മുതൽ തന്റെ 30കൾ വരെ കാവ്യ മലയാളത്തിലെ ഗ്രാമീണ പെൺകുടിയുടെ നിരവധി മുഖങ്ങൾ അവതരിപ്പിച്ചു. ഇടയ്ക്ക് മോഡേൺ വേഷങ്ങളും കാവ്യ തേടിയെത്തി. എന്നിരുന്നാലും മെടഞ്ഞിട്ടതോ അഴിഞ്ഞുകിടക്കുന്നതോ ആയ നീളൻ തലമുടിയായിരുന്നു കാവ്യമാധവന്റെ മുഖമുദ്ര. കാവ്യയോടെന്ന പോലെ നീളൻ മുടിയെയും സ്നേഹിച്ച ആരാധകർ എത്ര പേരെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമല്ല. വട്ടമുഖവും വിടർന്ന കണ്ണുകളും മുല്ലപ്പൂ പല്ലുകളും എപ്പോഴും മുഖത്തുള്ള ചിരിയും മുട്ടപ്പം ഇടതൂർന്ന് വളർന്നു കിടക്കുന്ന മുടിയെല്ലാമായിരുന്നു കാവ്യയുടെ ഭംഗി. എത്ര കണ്ടാലും മതിവരാത്ത മുഖം. എന്നാൽ ഇന്ന് കാവ്യയുടെ മുഖത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ. മകളുടെ ജനനശേഷമാണ് കാവ്യയുടെ മുഖത്തും ശരീരത്തിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. വട്ടമുഖം മാറി കവിളുകൾ ഒട്ടി ഓവൽ ഷേപ്പിലാണിപ്പോൾ നടിയുടെ മുഖം. മാത്രമല്ല, നടിയുടെ മുഖത്തുള്ള ഓരോ ഫീച്ചേഴ്സും ഇപ്പോൾ എടുത്തു കാണാനും സാധിക്കും. പഴയ വട്ടമുഖം മാറ്റാൻ ഫിറ്റ്നസ് നിലനിർത്തുക മാത്രമല്ല, ലക്ഷങ്ങൾ പൊടിച്ച് ചില ട്രീറ്റ്മെന്റുകളും താരം ചെയ്തിട്ടുണ്ട്. ഫാറ്റ് ഡിസോൾവിംഗ് ഇഞ്ചക്ഷൻ, ഫേസ് ടൈറ്റനിങ് ട്രീറ്റ്മെന്റ്, ഡെർമൽ ഫില്ലേഴ്സ് തുടങ്ങിയ ട്രീറ്റ്മെന്റുകൾക്ക് നടി ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. കവിൾ, താടിയെല്ല് ഭാഗങ്ങളിലെ കൊഴുപ്പ് ലയിപ്പിക്കുന്ന കുത്തിവെപ്പുകളാണ് ഫാറ്റ് ഡിസോൾവിംഗ് ഇഞ്ചക്ഷൻ. ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോടെ മുഖത്തെ വണ്ണം കുറഞ്ഞ് മെലിഞ്ഞതാകുകയും മുഖത്തിന്റെ പ്രൊഫൈൽ മാറുകയും ചെയ്യും. ഈ കുത്തിവെപ്പുകൾ ചർമ്മ ഫില്ലറുകളുമായി സംയോജിപ്പിച്ച് മുഖം റീമോഡൽ ചെയ്യാനും ഉപയോഗിക്കാം. മുഖത്തിന്റെ വോളിയം പുനഃസ്ഥാപിക്കാനും ചുളിവുകൾ മിനുസപ്പെടുത്താനും ആകൃതി വരുത്താനും ഉപയോഗിക്കാവുന്ന ചികിത്സാരീതിയാണ് ഡെർമൽ ഫില്ലറുകൾ. കവിളിലെ വോള്യം നഷ്ടപ്പെട്ടാൽ കണ്ണുകൾക്ക് താഴെയുള്ള പൊള്ളയായ ഭാഗങ്ങൾ അല്ലെങ്കിൽ വായയ്ക്ക് ചുറ്റുമുള്ള ചുളിവുകൾ എന്നിവയുൾപ്പെടെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക പ്രക്രിയയാണിത്. സിനിമാ താരങ്ങളിൽ ഭൂരിഭാഗം പേരും ഡെർമൽ ഫില്ലറിങ്ങുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അഭിനയത്തിൽ സജീവമല്ലെങ്കിലും മോഡലിംഗിൽ നടി സജീവമാണ്. താരം മോഡലിംഗ് ചെയ്തു തുടങ്ങിയതോടെയാണ് നടിയുടെ മുഖത്ത് വന്ന മാറ്റങ്ങൾ പ്രേക്ഷകരും ശ്രദ്ധിച്ചു തുടങ്ങിയത്. കാവ്യയുടെ പഴയ വട്ടമുഖം തന്നെയാണ് ഒരു വിഭാഗം ആരാധകർക്ക് ഇപ്പോഴും ഇഷ്ടം. ചിരിയിലും കണ്ണുകളിലും ഉണ്ടായിരുന്ന തിളക്കം ഇപ്പോൾ കാണാൻ കഴിയുന്നില്ലെന്നും ചിലർ അഭിപ്രായപ്പെടാറുണ്ട്. ആദ്യമായി നായികയായപ്പോൾ പിൽക്കാലത്ത് ഭർത്താവായി മാറിയ ദിലീപായിരുന്നു നായകസ്ഥാനത്ത്. ലാൽ ജോസ് ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിലാണ് കാവ്യയെ നായികയാക്കി മാറ്റിയത്. മലയാളത്തിലെ സൂപ്പർ താരങ്ങളെല്ലാവരും കാവ്യയ്ക്ക് നായകന്മാരായി വെള്ളിത്തിരയിലെത്തി. ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷം അഭിനയത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുകയാണ് താരം. മുൻപ് സോഷ്യൽ മീഡിയകളിൽ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ സജീവമാണ് താരം. താരങ്ങളുടെയും മറ്റും വിവാഹങ്ങൾക്കും കാണാറുണ്ട്. കുടുംബസമേതമാണ് എല്ലാ പരിപാടികൾക്കും താരം എത്തുന്നതും. അഭിനയ ജീവിതത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന കാവ്യ ബിസിനസ്സിലാണ് ഇപ്പോൾ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. കാവ്യയുടെ വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലാകുന്നതും നടി തന്നെയാണ്. ഓൺലൈൻ വിപണിയിലൂടെയാണ് വിറ്റഴിയുന്നത്. പലപ്പോഴും കാവ്യ തന്നെ ലക്ഷ്യയുടെ മോഡലായിട്ടുണ്ട്. അടുത്തിടെ മക്കളായ മീനാക്ഷിയും മഹാലക്ഷ്മിയും കാവ്യയുടെ ലക്ഷ്യവസ്ത്രങ്ങളുമായി മോഡൽ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രത്യേക ഉത്സവ സീസണുകളിലും കാവ്യമാധവൻ പ്രത്യേകം ഡിസൈനറുകൾ ഇറക്കാറുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.